നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ധനികരായിരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വരുമാനം ഒരിക്കലും ഒരു ഒരു കുറഞ്ഞ രീതിയിലുള്ളൊരു വരുമാനമല്ല വരുന്നത്. അവരുടെ വരുമാനത്തിന് ഒരു പരിധിയില്ല. ഈ പരിധി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ ധനികരായിട്ട് നിൽക്കുന്ന ആൾക്കാർ ഈ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. എല്ലാ ആൾക്കാർക്കും താല്പര്യമുണ്ട് ഒരു ബിസിനസ് ചെയ്യണമെന്ന്. ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ എന്ന് പറയുന്നത്, നിങ്ങളൊരു ബിസിനസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ്സാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്നത് നിങ്ങളുടെ 2-3 കാര്യങ്ങളാണ്. ഒന്ന് നിങ്ങളുടെ പ്രൊഡക്റ്റ്, ഒന്ന് നിങ്ങൾ എവിടെയാണ് ചെയ്യുന്നത്, മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്കറ്റിംഗ്. ഈ 3 കാര്യങ്ങളാണ് പ്രത്യേകമായിട്ടും നിങ്ങളുടെ ഒരു വിജയപരാജയങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് ഇല്ല, നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ്, പുതിയൊരു പ്രൊഡക്റ്റ് വേണം. എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള ഐഡിയാസ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ ഉണ്ട്, ആ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ജെമിനിയോ അല്ലെങ്കിൽ ChatGPT പോലെയുള്ള AI ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് എങ്ങനെയാണ് മേക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ്, എവിടെ കിട്ടും എന്നുള്ളതിനെക്കുറിച്ചും നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. എന്നാൽ ഈ പ്രൊഡക്റ്റ് നമ്മളുടെ നാട്ടിൽ അവൈലബിൾ അല്ല, മറ്റൊരു രാജ്യത്തു നിന്ന് നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് എത്തിക്കാനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഹോൾസെയിലായിട്ടോ റീറ്റെയിലായിട്ടോ വിൽക്കാൻ വേണ്ടിയിട്ട് ആണ് എന്നുള്ള രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു രാജ്യത്തു നിന്ന് ഇങ്ങോട്ട് എത്തിക്കേണ്ടതുണ്ട്. അപ്പം ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അലിബാബ പോലെയുള്ള സൈറ്റുകളാണ്. നിങ്ങൾക്ക് അതിനകത്ത് കയറി സെർച്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് താല്പര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് അതിനകത്ത് അവൈലബിൾ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഈ നാട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പ്രോഡക്റ്റുകൾ ഇവിടെ എത്തിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ കമ്പനിയുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങളുടെ ഒരു പ്രോഡക്റ്റ് നാട്ടിലെത്തിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങൾക്ക് താല്പര്യമായിട്ടുള്ള പ്രോഡക്റ്റ് നിങ്ങളവിടെ കണ്ടെത്തി അത് നിങ്ങൾക്കിവിടെ ഷിപ്പ് ചെയ്ത് നിങ്ങളുടെ ഡോർ സ്റ്റെപ്പിൽ എത്തിക്കുന്ന വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ക്വാളിറ്റി കസ്റ്റമർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പനി ഏറ്റവും വലിയ ഉയരങ്ങളിലേക്ക് തന്നെ എത്തും, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസ്ഥാനം ഏറ്റവും വലിയ ഉയരങ്ങളിലേക്ക് തന്നെ എത്തും. ഇനി അടുത്തുള്ള വീഡിയോകളിലെല്ലാം നമ്മൾ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഓക്കെ, താങ്ക് യു.